ഇന്ന് നമ്മൾ ആരും പുറത്തും പോണില്ല, പ്രത്യേകിച്ച് വിശേഷങ്ങളോ ഇന്നില്ല. ജസ്റ്റ് ഒരു യൂഷ്വൽ ഡേ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അയാൻ ബേബി എപ്പോഴും പോലെ തന്നെ അതിൽ കൂടെ നടക്കുന്നുണ്ട്. പിന്നെ ഇന്ന് മറ്റേ സ്പെഷ്യൽ ബീഫ് ബിരിയാണിയാണ്, അതും എൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഉണ്ടാക്കിയതാണ്. എനിക്ക് ബീഫ് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറേ ദിവസമായി അത് കഴിക്കാനൊരു ആഗ്രഹം. അങ്ങനെ പിന്നെ മനത്ത് പറഞ്ഞപ്പം ഉണ്ടാക്കി തന്നു. നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ബിരിയാണി ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അയാൻ ബേബിക്ക് ബീഫൊക്കെ പീസായിട്ട് ഇട്ടത് കഴിക്കാൻ കൊടുക്കും. ഓനക്ക് ബീഫും ചിക്കനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ടേബിളിൽ ഇരുന്ന് കഴിക്കുമ്പോൾ എന്താ അവിടെ നടക്കണമെന്ന് എനിക്ക് കാണണം. അതുകൊണ്ടാണ് ഓനെ നമ്മുടെ ഒപ്പം തന്നെ എത്തിയത്. ഇപ്പം ഞങ്ങളുടെ കുറച്ച് സ്നേഹപ്രകടനങ്ങളാണ്. ഓനക്ക് സ്നേഹം വന്നവും പിച്ചും മാന്തും കടിച്ചൊക്കെയാണ് ചെയ്യുക. ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ വീട് ഇങ്ങോട്ട് ഫുള്ളി കാമാവും. കാരണം എന്താ, എല്ലാവർക്കും ഇത് ഉച്ചമയക്കത്തിന്റെ സമയമാണ്. പക്ഷെ എനിക്കിത് സ്നാക്സ് ടൈമാണ്. ഈ സ്വഭാവം വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അടുക്കളയിൽ പോയിട്ട് കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്തിട്ട് നേരെ എൻ്റെ റൂമിലോട്ട് പോകും. എന്നിട്ട് കർട്ടനൊക്കെ നീക്കി ഫുൾ ഇറിട്ടാക്കിയിട്ട് എൻ്റെ ഫോണും കുറച്ച് സ്നാക്സും എൻ്റെ വാട്ടർ ബോട്ടിലും ഉണ്ടെങ്കിൽ സ്വർഗ്ഗമാണ് എനിക്ക്. അപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ വീണു. എൻ്റെ റൂമിൽ നിന്ന് നല്ല വ്യൂ ആണ് കേട്ടോ. എനിക്കങ്ങനെ ഉച്ചയ്ക്ക് ടൈമിലൊന്നും ഉറങ്ങണത് തീരെ ഇഷ്ടമല്ല. ഫുഡൊക്കെ കഴിക്കൽ ആ ഒരു ഉച്ചനേരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ഇനി ചായ കുടിക്കാനുള്ള ടൈമാണ്. ചായ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. പിന്നെ ഇതായി ഒരു നൈറ്റ് സ്യൂട്ടിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാനിത് അവിടെ കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഞാനത് മിന്ത്രയെന്നാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന്. എന്തായാലും ഞാനിവിടെ ലിങ്ക് കൊടുക്കാം. അങ്ങനെ ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി റെഡിയായി. കാരണം എനിക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളും എടുക്കാണ്ടായിരുന്നു. അയാൻ ബേബി ഊഞ്ഞാലിൽ ഇതങ്ങനെ ആടിയും കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെയ്യുന്ന ഓരോ കുനിഷ്ടുകളൊക്കെ ഇരുന്ന് കാണുകയാണ് ഓന ഊഞ്ഞാലിൽ ഇരുന്നിട്ട്. ആ ഒരു മഴ തോർന്ന ഗ്യാപ്പിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് നേരെ കുറച്ച് ക്ലാസ്സുകൾ കാണണ്ടായിരുന്നു. അങ്ങനെ അത് കാണാനിരുന്നു. അതും കഴിഞ്ഞു. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇനി നേരെ ഉറങ്ങാൻ വേണ്ടി പോവാണ്. അയാൻ ബേബിക്ക് പിന്നെ ഉറങ്ങാൻ കൊണ്ടുപോകാമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത്രയും നേരമല്ലാത്ത കളിയായിരിക്കും ആ ഒരു ടൈമിൽ. കണ്ടോ, എന്താ ചെയ്യേണ്ടതെന്ന് ഓനിക്ക് തന്നെ അറിയണില്ല. അപ്പം ഇനി എന്തായാലും സുംതാത്ത ഓനെ കൊണ്ടേ ഉറക്കാൻ പോവാണ്. അപ്പം ഞാനും ഉറങ്ങാൻ പോവാണ്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ.